നമസ്കാരം. പാറ്റ ജനതാ പാർട്ടി രൂപീകരിച്ചിട്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പേജിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒന്നായി കോക്രോച്ച് ജനതാ പാർട്ടി മാറി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പ്രതിഭാസം നമ്മുടെ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നില്ലേ? ഒന്ന്, നമ്മുടെ രാജ്യത്തെ എലീറ്റ് എന്ന് വിളിക്കപ്പെടാവുന്ന ഭരണവർഗവും സാധാരണർ എന്ന് വിളിക്കാവുന്ന സാധാരണക്കാരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അന്തരമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. രണ്ട്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളല്ല ജെൻസിയുടേത് അവർ മനസ്സിലാക്കുന്നതെന്ന്. അവരുടെ തലച്ചോറിന് റീവയറിങ് നടന്നു, അവർ ബ്രെയിൻ റോട്ട് ബാധിച്ചവരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുമ്പോഴും ഗൗരവമായ മാനുഷിക പ്രശ്നങ്ങളിലേക്ക് അവരെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങളിലൊക്കെ അവർ ശ്രദ്ധാലുക്കളാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നില്ലേ? രണ്ടും രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നവർ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നാടിനെയും മനുഷ്യരെയും രാഷ്ട്രീയത്തെയും ഗൗരവമായി കരുതുന്നത്. എല്ലാത്തിൻ്റെയും തുടക്കം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പരാമർശമാണ്. ഇതിൻ്റെ തുടക്കം ഡൽഹി ഹൈക്കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ഡെസിഗ്നേഷൻസിനെ സംബന്ധിച്ച് ഹിയറിങ്ങിലാണ് ഈ വിവാദ പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, "There are youngsters like cockroaches who don't get any employment and don't have any place in the profession." അവരിൽ ചിലർ മീഡിയ ആകുന്നു, ചിലർ സോഷ്യൽ മീഡിയ ആകുന്നു, ചിലർ RTI ആക്ടിവിസ്റ്റുകൾ, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റുകളാകുന്നു, അല്ലാത്ത ആക്ടിവിസ്റ്റുകളാകുന്നു. അങ്ങനെ പോകുന്നു പരാമർശം. പക്ഷെ രാജ്യത്തെ ഭരണഘടനയുടെ പരമോന്നത സംരക്ഷകൻ ഈ നാട്ടിലെ എംപ്ലോയ്മെൻറ്റ് ഇല്ലാതാകുന്നതിനെക്കുറിച്ചും ഇവിടുത്തെ സിസ്റ്റം 2026 നീറ്റ് എക്സാം ഉൾപ്പെടെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തെന്നും അറിഞ്ഞിരിക്കണമല്ലോ. അഡ്വക്കേറ്റ്സിൻ്റെ വ്യാജ ഡിഗ്രികളെക്കുറിച്ച് അദ്ദേഹം അതിനുശേഷം പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ പറയാനിടയായത് എന്നുള്ള ഒരു ന്യായീകരണവും അതിനുണ്ട്. പക്ഷേ അധികാരവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കോടിക്കണക്കിനായ പാറ്റകളായും പരാന്നജീവികളായും കഴിയുന്ന ഈ വോട്ട് ചെയ്യുന്ന, സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന, ടാക്സ് അടയ്ക്കുന്ന VIP-കളുടെ കോൺവോയ്സ് പോകുമ്പോൾ ജീവിതം കയ്യിൽ പിടിച്ച് വഴിയിൽ കാത്തു നിൽക്കുന്നവരിൽ നിന്നും അവരുടെ വിലാപങ്ങളിൽ നിന്നും കണ്ടമാനം അകന്നു പോയെന്ന് സംശയിക്കണം. ഈ ഒരു പ്രസ്താവന അത്തരത്തിലുള്ളൊരു സൂചനയാണ്. ഈ പാറ്റകളെന്ന് വിളിക്കപ്പെടുന്ന ജീവികൾ പ്രകോപനം ഇല്ലെങ്കിൽ അന്നത്തെ വിശപ്പും കഴിച്ച് മിണ്ടാതെ പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ് ഓഫീസിൻ്റെയോ വരാന്തയിൽ മരണം വരെ നീതി കാത്ത് കിടക്കുന്ന കൂട്ടരാണ്. രണ്ടാമത്, ഈ പരമ്പരാഗത പാർട്ടികൾ രാഷ്ട്രീയം പൗരന്മാർക്ക് വേണ്ടിയാണ്, വോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണെന്ന് മറന്നു പോകുന്നോ എന്നതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ഈ പാറ്റ ജനതാ പാർട്ടി. നന്ദി.